കവിതാ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൽപ്പറ്റ നാരായണനെ കൊയിലാണ്ടി പൗരാവലി ആദരിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുവെ പുതിയ കവിതകളെ കുറിച്ചും പുതിയ കാലത്ത് ഈ സമാഹാരത്തിന്റെ പിന്നിൽ ജയമോഹൻ എഴുതുന്ന ഒരു ജയമോഹന്റെ ഒരു വരി ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാലത്ത് ഏറ്റവും പുതിയ കവിത എഴുതുന്നത് കൽപ്പറ്റ നാരായണനാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന വരി എഴുതുന്നുണ്ട്. പുതിയ കവിത വാസ്തവത്തിൽ ആളുകളോട് സംവദിക്കുന്നില്ല എന്നൊക്കെ പലർക്കും പരാതിയുണ്ട്. പലരും ആ പരാതികൾ ഉന്നയിക്കുന്ന ആളുകളാണ്. പുതിയ കവിത എന്നതുകൊണ്ട് ഏറ്റവും പുതുതായി ഒരാൾ എഴുതിയ കവിത, ഏറ്റവും ഒടുവിൽ എഴുതിയ കവിത എന്ന അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. മറിച്ച് കവിതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവത്തിന്റെ ഒരു സൂക്ഷ്മതലത്തിൽ ചെന്ന് തൊടുകയും ഒരുപക്ഷെ ഒരാശയമായി പരന്ന ഒരറിവായി നമ്മിലേക്ക് എത്തുന്ന ഒരു ധാരണയെ അനുഭൂതിയായി, അതിലെ വൈരുദ്ധ്യങ്ങളായി വളരെ സംഘർഷം നിറഞ്ഞ ഒരു ജീവിത സ്ഥാനമായി നമ്മെ തിരിച്ചതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കവിതയുടേത്, കലയുടേതെന്ന് തന്നെ പറയാം. കൊയിലാണ്ടി നഗരസഭ മുൻ അധ്യക്ഷയും ശ്രദ്ധാ നിർവാഹക സമിതി അംഗവുമായ കെ ശാന്ത സ്വാഗതം ആശംസിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന സമയത്ത് കൽപ്പറ്റയ്ക്ക് നേരത്തെ തന്നെ ഈ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. എന്നാലും ഈ ഒരു വൈകിയ ഘട്ടത്തിൽ പോലും കൽപ്പറ്റയുടെ കവിതാ സമാഹാരങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിലെ സാഹിത്യ ലോകം അംഗീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷമാണ് കൊയിലാണ്ടിക്കാർക്ക് എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ വിജയരാഘവൻ ചേലിയ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകൻ വി ടി മുരളി കൽപ്പറ്റ നാരായണന് പുരസ്കാര ശില്പം സമ്മാനിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ രാജേന്ദ്രൻ എടത്തുംകര മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കലാ സാംസ്കാരിക സംഘടനകളും കൽപ്പറ്റ നാരായണനെ വേദിയിൽ ആദരിച്ചു. കവി സത്യചന്ദ്രൻ പുൽക്കാവ്, യു കെ രാഘവൻ മാസ്റ്റർ, മോഹനൻ നടുവത്തൂർ, വിജയ് ശരവിന്ദ്, ശിവദാസ് പൊയിൽക്കാവ്, ടി ടി ഇസ്മയിൽ, അജയ് ആവള, ഡോക്ടർ എൻ വി സദാനന്ദൻ, അബ്ദുൾ റഹിമാൻ വി ടി, ഷിഹാബുദ്ദീൻ SPH, എൻ വി ബിജു, വിനയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ NK മുരളി നന്ദി പ്രകാശിപ്പിച്ചു.